പ്രിയമുള്ളവരെ, ജൂൺ 19 നടക്കുന്ന നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടവകാശം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുത്തയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ നമ്മുടെ വനമേഖലയിൽ കർഷകരും പാവപ്പെട്ട ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതം അകറ്റാൻ കർഷകരോടും കർഷക തൊഴിലാളികളോടും എല്ലാ വിഭാഗം ജനങ്ങളോടും ഈ സർക്കാർ പുലർത്തുന്ന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി വന്യജീവി ആക്രമണങ്ങളിലൂടെ നിരവധിയായ മനുഷ്യജീവൻ ബലി അർപ്പിച്ചിട്ടും ഈ സർക്കാർ അതിൻ്റെ മുന്നിൽ നിസ്സംഗതമായി നോക്കി നിൽക്കുന്ന അതിദാരുണമായ കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. ഇന്നലെ പോലും ഒരു ചെറുപ്പക്കാരൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി അവിടെ അനധികൃതമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വൈദ്യുതിയിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ട വാർത്ത പോലും നമ്മെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായി വന്യജീവി ആക്രമണവും ഇതുപോലുള്ള അനധികൃതമായിട്ടുള്ള വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റും ആളുകൾ നിത്യേനയെന്നോണം മരണപ്പെടുമ്പോഴും വനം വകുപ്പ് മന്ത്രിയും കേരളത്തിലെ ഗവൺമെൻറ്റും യാതൊരു വിധത്തിലുള്ള മുൻകരുതലോ അത്തരം വിഷയങ്ങൾ തടയാനാവശ്യമായിട്ടുള്ള നടപടിയോ വനം വകുപ്പോ ഗവൺമെൻറ്റോ വനം മന്ത്രിയോ സ്വീകരിക്കുന്നില്ല എന്നതാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യം. ഇതിനെല്ലാം എതിരായി ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ സമീപനത്തിനെതിരായി ശക്തമായ പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ആശമാർ കോവിഡ് കാലത്തും അതുപോലെ തന്നെ ഓക്കിയിലും വെള്ളപ്പൊക്കം കാലഘട്ടത്തിലും കാലവർഷക്കെടുതിയിലുമെല്ലാം സാംക്രമിക രോഗങ്ങൾ പടർന്ന് പിടിക്കാതിരിക്കാനും കോവിഡിൽ നിന്ന് മനുഷ്യന് ജീവൻ രക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള ആരോഗ്യരംഗത്ത് ജനകീയമായി അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അതിനു മുന്നിൽ പകച്ചു നിൽക്കാതെ നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പരിപാലന രംഗത്ത് കേരളത്തിലെ ആശമാർ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തെ ഈ സർക്കാർ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് എന്നത് ഈ ആശമാരുടെ സമരത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 10-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച ന്യായവും അടിയന്തരവുമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആശമാരുടെ ദിനവേതനം വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തി വന്നിട്ടുള്ള സമരം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു നമ്മയെല്ലാം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയുടെ വൈകാരികമായ സമരമുറ പോലും തലമുടി മുണ്ടനം ചെയ്തുകൊണ്ട് ഉൾപ്പെടെയുള്ള സമരമുറകൾ സ്വീകരിച്ചിട്ട് പോലും ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഈ ഗവൺമെൻറ്റോ ഇടപെടാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് നാഴികക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഈ പാവപ്പെട്ട ആശമാരുടെ സമരത്തോട് അവരുടെ ന്യായമായ ആവശ്യത്തോട് മുഖം തിരിയുക മാത്രമല്ല അവരെ അവഹേളിക്കാനും പുച്ഛിക്കാനുമാണ് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ആശമാരുടെ സമരം ഇന്ന് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ മെയ് മാസം 5-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമര ജാഥ, ആ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലേക്ക്
സമൂഹമാകെ ഈ ഈ ഈ സമരജാഥയെ സ്വീകരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആശമാരുടെ സമരത്തെ പുച്ഛത്തോടുകൂടി കണ്ട ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധവും ഈ നിലമ്പൂരിലെ സംവിധായകർ കേരളത്തിലാകെയുള്ള ജനങ്ങളുടെ ഐക്യദാർഢ്യമായി ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിപ്പിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേമനിധികളെല്ലാം തന്നെ ഇന്ന് ആകെ പ്രതിസന്ധിയിലാണ്. ഏതാണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് പണിയെടുക്കുന്ന 22 ലക്ഷത്തിൽ പരം വരുന്ന തൊഴിലാളികൾ അവരെ അടച്ച അംശാദായത്തിന്റെ ആനുകൂല്യങ്ങൾ പോലും വിതരണം ചെയ്യാതെ, അതിൽ തന്നെ ഏതാണ്ട് 3.5 ലക്ഷത്തോളം വരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ 18 മാസമായി കുടിശ്ശികയായി കിടക്കുകയാണ്. സർക്കാർ കൊട്ടിഘോഷിക്കുന്ന 4-ാം വർഷത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോൾ പാവപ്പെട്ട സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയും കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷന് വേണ്ടിയും മറ്റ് അനേകം പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയും ആനുകൂല്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന തൊഴിലാളികളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നതിന് പകരമായിട്ടാണ് ഇത്തരത്തിൽ കോടികളുടെ പണം തന്നെ പൊടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് തങ്ങളുടെ വാർഷികാഘോഷം പൊടിപിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനത്തിനു മേൽ അമിതമായ നികുതികൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനത്തെ കൂടുതൽ കൊള്ളയടിക്കാനും ജനജീവിതം ദുസ്സഹവും ദുരിതപൂർണവുമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. സമസ്ത മേഖലയിലും പരാജയപ്പെട്ട നമ്മുടെ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ അഭ്യസ്തര വിദ്യരായിട്ടുള്ള യുവതീ യുവാക്കൾ തങ്ങളുടെ റാങ്ക് പട്ടികയിലെ അവസാന കാലാവധിയുടെ തലേ ദിവസം പോലും എത്തിയിട്ടും അതിനു വേണ്ടി അവരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയിട്ടുള്ള CPOമാരുടെ സമരം നമ്മുടെ മുന്നിൽ വേദനയോടുകൂടി നിൽക്കുകയാണ്.